എക്കണോമി ആണെങ്കിലും എൻവയോൺമെന്റ് ആണെങ്കിലും പോളിറ്റി ആണെങ്കിലും ഈവൺ ഹിസ്റ്ററി നമ്മൾ കവർ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് പോർഷൻ ആണ്. ഈ ഡൈനാമിക് പോർഷൻ എന്ന് വെച്ചാൽ ഓരോ വർഷം ആ കറസ്പോണ്ടിങ് സബ്ജക്റ്റിൽ വരുന്ന അപ്ഡേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ? ഡൈനാമിക് പോർഷൻ. ഒബ്വിയസ്ലി നമുക്കത് ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല. കാരണം എന്തായിരിക്കും? ഞാൻ ഈ വർഷം ഡൈനാമിക് എടുക്കാന്ന് പറഞ്ഞത് ഏത് വർഷത്തെ? 2024. നിങ്ങൾ ഏത് വർഷമാണ് ആദ്യത്തെ പ്രിലിമിനറി അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്? 2025 അല്ലെ? ഇപ്പൊ ഡൈനാമിക് എന്ന് പറയുന്നത് ഓവർ ദി പീരിയഡ് നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ അക്യുമുലേറ്റ് ചെയ്യണം. ന്യൂസ് പേപ്പർ റീഡിങ് അതേപോലെ തന്നെ കറന്റ് അഫെയർ മെറ്റീരിയലിലൂടെയാണ് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്ത് പോവേണ്ടത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് യൂഷ്വലി പ്രിലിം സ്റ്റേജിനേക്കാളും ഇത്തരത്തിലുള്ള കറന്റ് അഫയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക മെയിൻസ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്. മെയിൻ സ്റ്റേജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താ? 4 ഓപ്ഷനിൽ ഒരെണ്ണം ചൂസ് ചെയ്യലല്ല, 2 പുറം അല്ലെങ്കിൽ 3 പുറം നമ്മൾ ഉത്തരം എഴുതണം അല്ലെ? 150 വേർഡ്സ് അല്ലെങ്കിൽ 250 വേർഡ്സ് നമ്മൾ ആൻസർ എഴുതണം. അപ്പൊ ഈ ആൻസർ എഴുതുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു ഡീസെന്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ എഴുതണം, ഒരു ഡീസെന്റ് കൺക്ലൂഷൻ എഴുതണം. മെയിൻ ബോഡി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കാലം യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എഴുതുന്ന ഒരു രീതിയല്ല. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് നമ്മൾ എന്താ എഴുതാറ്? നമുക്ക് കണ്ണി കണ്ടതല്ല നമ്മൾ ആ സ്പേസിൽ ഫില്ല് എഴുതി വെക്കും അല്ലെ? ഇവിടെ നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ബിക്കോസ് ഓഫ് 2 ഫാക്ടർ. എന്താണ്? 7.5 മിനിറ്റിൽ ഒരു 10 മാർക്കിന്റെ ഉത്തരം എഴുതി തീർക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്താലാണ് നമുക്ക് എന്ത് ആൻസർ പേപ്പർ കംപ്ലീറ്റ് എഴുതി തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ലിമിറ്റഡ് ടൈമിന്റെ ഉള്ളിൽ എഴുതണമെങ്കിൽ എന്ത് തന്നെ എഴുതണം? ചോദ്യത്തിന്റെ ഉത്തരം തന്നെ എഴുതണം. ആ ഉത്തരങ്ങൾ എഴുതുന്ന രീതി നമ്മൾ പറയാ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ഡയഗ്രാംസ് വരച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഉത്തരങ്ങൾ എഴുതാറ്. ഓക്കെ ആണല്ലോ? അപ്പൊ ബുള്ളറ്റ് പോയിന്റ്സ് എഴുതുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഷോർട്ട് ആയിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ്സ് ആവണം. ഓരോ പോയിന്റ്സിനെയും നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എഴുതിയിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ് ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയണം. എങ്ങനെ? നിങ്ങളുടെ ഗ്യാരണ്ടി അല്ല അവിടെ വേണ്ട. ആ ഗ്യാരണ്ടി നമുക്ക് എങ്ങനെ എൻഷുർ ചെയ്യാം? ത്രൂ എക്സാമ്പിൾസ്. ത്രൂ എക്സാമ്പിൾസ്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ എക്കണോമിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാണ്, ദി പോവേർട്ടി ഇൻ ഇന്ത്യ ഈസ് ഡിക്രീസിങ്. അത് ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? നിങ്ങൾക്ക് ആ പോവേർട്ടി ഡിക്രീസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാമെന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക? നിങ്ങൾ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിലെ ഡേറ്റ കോട്ട് ചെയ്യും. എക്കണോമിക് സർവേയിലെ ഡേറ്റ കോട്ട് ചെയ്യാം, ബഡ്ജറ്റിലെ ഡേറ്റ കോട്ട് ചെയ്യാം, മിനിസ്ട്രി ഓഫ് ലേബറിന്റെ ഡേറ്റ കോട്ട് ചെയ്യാം, ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഒരു 3 days ബാക്ക് ഹിന്ദുവിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വായിച്ചിരുന്നോ ILO റിലേറ്റഡ് ആയിട്ട്? ILO അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഹൈ വാല്യൂ ആണ്. ദേ ആർ യൂസിങ് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് വിച്ച് ആർ യൂസിങ് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ എന്ത് കാര്യം എഴുതുന്നുണ്ടെങ്കിൽ യു ഷുഡ് സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് എക്സാമ്പിൾ. ദാറ്റ് ഈസ് വൈ നമ്മൾ ഈ കറന്റ് അഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ കറന്റ് അഫെയറിനെ കുറിച്ച് കണ്ടപ്പോ ഇന്ന് നടന്ന പ്രോസസ്സിനെ ഞാൻ ഓർത്തെടുക്കുക. നമ്മൾ ഇത് അൺവീൽ ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ സാറ് ചെയ്തിരുന്നു അല്ലെ? അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളത് വലിച്ച് പറിച്ച് സാധനം പുറത്തേക്ക് എടുത്തു. കറന്റ് അഫെയർ പ്രിപ്പറേഷനും ഇനീഷ്യൽ ഡേയ്സിൽ അങ്ങനെ തന്നെയാണ്. ഇനീഷ്യലി വായിക്കുമ്പോ എന്താണ് ബുദ്ധിമുട്ട്? പല ടോപ്പിക്കുകളും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം താൻ എന്നോട് വന്ന് ചോദിച്ചപ്പോഴും ഞാൻ അതന്നെയല്ലേ പറഞ്ഞ, കറന്റ് അഫയേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലെ പ്രശ്നം എന്താ? ഈ പല ടോപ്പിക്കുകളും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വായിക്കുമ്പോൾ ഇനീഷ്യലി അത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതിൽ ഓരോ പറയുന്ന ടോപ്പിക്കുകളുടെയും ബാക്ക്ഗ്രൗണ്ട് ഭാവിയിൽ നിങ്ങളുടെ ക്ലാസ്സിൽ എന്തിൽ കവർ ചെയ്യും? സ്റ്റാറ്റിക് ടോപ്പിക്സിൽ കവർ ചെയ്യും നിർബന്ധമായിട്ടും. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഓർത്തിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലാക്കേണ്ട കാര്യം സിവിൽ സർവീസ് പ്രിപ്പറേഷൻ 1 മാസത്തെ ജേണി അല്ല. ഈവൻ നിങ്ങളിപ്പോ മെയിൻസ് എഴുതാൻ പോവുകയാണെങ്കിൽ തന്നെ ആനുവൽ കലണ്ടർ UPSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം മെയ് ലാസ്റ്റ് സൺഡേ ആണ് നമ്മുടെ എക്സാം വരുന്നത്. നമുക്ക് ആമ്പിൾ എമൗണ്ട് ഓഫ് ടൈം ഉണ്ട്. ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഈ കറന്റ് അഫെയർ തന്നെ 2 or 3 തവണ നിങ്ങൾ ഇപ്പൊ വായിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് PTS പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അത്തരം എക്സാമിനേഷന് നിങ്ങൾ വായിക്കും. ഓവർ ദി പീരിയഡ് വായിച്ച് യു വിൽ ഗെറ്റ് ക്ലാരിറ്റി ആസ് വെൽ ആസ് യു ക്യാൻ ഈസിലി റിമെമ്പർ ത്രൂ മൾട്ടിപ്പിൾ റിവിഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കറന്റ് അഫെയർ മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിട്ടുള്ള രീതി പറയാം.
മേജർലി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത് മെയിൻസിന് എങ്ങനെ ഒരു ഉത്തരം എഴുതണം എന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജി എസ് ടിയുടെ ഒരു ടോപ്പിക് എടുത്തിരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്ലൈഡ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്താണ് ജി എസ് ടി അല്ലെങ്കിൽ വൈ ജി എസ് ടി ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു അല്ലെ. അതിനുശേഷം ജി എസ് ടിയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് പറഞ്ഞു തന്നു. ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ആൻഡ് സജഷൻസ് ടു ഇംപ്രൂവ്. ഇതാണ് ഒരു ഐഡിയൽ മെയിൻസ് ആൻസറിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾ ഈ കറന്റ് അഫെയർ മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്തരം ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ്. ആ ടോപ്പിക്കിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. മെയിൻസ് ചോദ്യമായി വരികയാണെങ്കിൽ അതിന്റെ ബോഡി പാർട്ടിൽ എഴുതാനുള്ള ഡയമെൻഷൻസ് വിത്ത് ബുള്ളറ്റ് പോയിന്റ്സ്, അതിനോടൊപ്പം എന്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ എക്സാമ്പിൾസ്, ഡേറ്റാസ്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഓരോന്നും ഓരോ സബ്ജക്ട് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സബ്ജക്ട് വൈസ് പഠിച്ചാലുള്ള അടുത്ത ഗുണം പറയാം. നോക്കി, ഓരോ സബ്ജക്റ്റും നമ്മുടെ ജനറൽ സ്റ്റഡീസിലെ ഓരോ പേപ്പറുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ കൊടുത്തുള്ളത് പോളിറ്റി ആൻഡ് ഗവേണൻസ്, GS2 എന്ന് പറയുന്ന പേപ്പറിൽ വരുന്ന ടോപ്പിക്കാണ്. എക്കണോമി GS3 വരുന്ന ടോപ്പിക്കാണ്. ഇന്റർനാഷണൽ റിലേഷൻസ് GS2 വരുന്ന ടോപ്പിക്കാണ്. അപ്പൊ ടോപ്പിക് വൈസ് ഇതേപോലെ കൊടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താ? whenever you are preparing for mains you can prepare your short notes based on different GS paper. ഞാൻ യൂഷ്വലി കറന്റ് അഫെയർ ഒന്നും നോട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. പ്രിലിമിനറി സ്റ്റേജിലൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ആകെ പ്രിപ്പയർ ചെയ്ത സ്റ്റേജ് എന്ന് പറയുന്നത് മെയിൻസ് സ്റ്റേജിലാണ്. അതിന്റെ റീസൺ കൃത്യമായിട്ട് പറയാം. മെയിൻസിന് ഉത്തരം എഴുതുമ്പോൾ എന്ത് വേണം? പ്രിലിമിനറിക്ക് നമുക്ക് എന്ത് മാത്രം മതി? 4 ഉത്തരം മുന്നിലുണ്ട്, അതിലേതാണ് ശരിയായ ഉത്തരം എന്ന് കണ്ടുപിടിച്ചാൽ മതി. മെയിൻസിനോ യു ഹാവ് ടു കോട്ട് ലോട്ട്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ, റിപ്പോർട്ട്, എക്സാമ്പിൾസ്. അപ്പൊ നമ്മൾ ഇത് ഒരു തവണ വായിച്ചതൊന്നും നമുക്ക് ഓർത്തിരിക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? മെയിൻസിന്റെ ടൈം ആവാറാവുമ്പോ ഞാനൊരു സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യും. GS1, GS2, GS3, എത്തിക്സ്, എസ്എ എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചരിത്രം ഒന്നും ഉണ്ടാവില്ല. എന്ത് മാത്രമാണ് ഈ ഓരോ ടോപ്പിക്കുകൾ, ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി ആൻസർ എഴുതുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന എക്സാമ്പിൾ, ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ്. എക്കണോമിയുടെ ആൻസർ എഴുതുമ്പോൾ അതിൽ എന്തെല്ലാം ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സാമ്പിൾ ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങൾ യൂഷ്വലി ഞാൻ പ്രിപ്പയർ ചെയ്യുക കറന്റ് അഫെയർ മാഗസിൻ ന്യൂസ് പേപ്പറിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഷോർട്ട് പോയിന്റ്സ് ആണ്. ഓക്കെ ആണോ? ഇനി ഇതില് ഒരു ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് ഗ്ലിംസ് ചെയ്തപ്പോ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എടുത്തത് ഓർക്കുന്നുണ്ടോ? അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഇതിലേക്ക് വരുന്നുണ്ട്. സോ ഞാൻ അതിനെ ഒന്ന് കണക്ട് ചെയ്യാണ് നമ്മുടെ ഡിസ്കഷനായിട്ട്. ഇതിലെ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു അല്ലെ. ടാക്സ് ഇവേഷന് വേണ്ടി ഉപയോഗിച്ച മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഒരു ടെക്നിക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചുള്ള റീസെന്റ് ഡെവലപ്മെന്റ്സ് ആണെങ്കിൽ എഴുതിയിട്ടുള്ളത്. റീസെന്റ് ഡെവലപ്മെന്റ്സിൽ ഒന്നായിരുന്നു എന്ത്? G7 കൺട്രീസ് അല്ലെങ്കിൽ OECD അല്ലെങ്കിൽ G20 കൺട്രീസ് എന്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗ്ലോബൽ മിനിമം ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെ. അതിനെ കുറിച്ചുള്ള റീസെന്റ് അപ്ഡേറ്റ്സ് ആണ് ഇതിലുള്ളത്. അപ്പൊ എന്താണ് ഇത്? നമ്മൾ പഠിച്ച സ്റ്റാറ്റിക് ടോപ്പിക്കിനോടൊപ്പം അതിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കവർ ചെയ്യുക എന്നുള്ളതാണ് ദി ഇന്റൻഷൻ ഓഫ് അവർ കറന്റ് അഫയേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, കറന്റ് അഫെയർ പഠിക്കാതെ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നു? കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിനെന്താ കാരണം എന്ന് പറഞ്ഞാൽ, എക്കണോമിയുടെ പ്രീവിയസ് ഇയർ PYQs നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും ആ വർഷത്തെ കറന്റ് അഫയേഴ്സിൽ അല്ലെങ്കിൽ ആ വർഷത്തെ ന്യൂസ് പേപ്പറിൽ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ BEPSന്റെ ഒരു PYQ ചെയ്തില്ലേ? ദ റീസൺ ഫോർ ദി ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ടേം റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ് ഇൻ പ്രീവിയസ് 1 year. പല വർഷങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഒരു വോഡാഫോൺ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കെയ്ൻ എനർജി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സ്ഥാപനവുമായി ഇന്ത്യ ഗവൺമെന്റിന് ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഇഷ്യൂസ് ന്യൂസിൽ പ്രിവലന്റ് ആയിരുന്നത് കൊണ്ടാണ് ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ്. ക്ലിയർ ആണോ? സോ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, ഇറ്റ് വിൽ ഹെൽപ്സ് യു ടു ഇംപ്രൂവ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റാറ്റിക് സബ്ജക്ട്. You can substantiate your static subjects with examples and additional points. Okay അല്ലേ? ക്ലിയർ അല്ലേ? നമ്മുടെ ഡിസ്കഷനിലേക്ക് വരാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടന്നു, മണി ആൻഡ് ബാങ്കിങ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് മണി. നമ്മൾ എന്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? വൈ ദി മണി സിസ്റ്റം ഈസ് ഇവോൾവ്ഡ് അല്ലെ. 3 റീസൺസ് ആണ് നമ്മൾ കണ്ടിരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ആക്ട് ആസ് എ
മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് വാല്യൂ. തേർഡ് വൺ ഇറ്റ് ആക്ട് ആസ് എ യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മൾ മണി സപ്ലൈയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. മൊണറ്ററി അതോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി മണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മണി സപ്ലൈ അതിന്റെ ഫ്ലോനെ കുറിച്ചുള്ള ഒരു ബേസിക് ഡിസ്കഷൻ ഞാൻ നടത്തി. അതിനുശേഷം ഇന്ന് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്? മണി എന്ന് പറയുന്ന ടേമിനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യും. ലീഗൽ ടെൻഡറും പരിപാടികളൊക്കെ ഓക്കെ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓക്കെ. നമ്മൾ ഈ മണി എന്ന് പറയുന്ന ടേമിനെ പല തരത്തിലുള്ള മണി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. അതിൽ ആദ്യത്തെ കാറ്റഗറി ഓഫ് മണിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് M0. M0 മണി എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്കിന്റെ മണി സപ്ലൈയുമായി ബന്ധപ്പെട്ട ലയബിലിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? M0. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസത്തെ 500 റുപ്പീസിന്റെ നോട്ട് ഞാൻ എടുത്തു. എന്തുകൊണ്ടാണ് ആ 500 റുപ്പീസ് നോട്ട് ഫിയറ്റ് മണി ആവാനുള്ള കാരണം? അതിൽ ആര് സൈൻ ചെയ്തിട്ടുണ്ട്? റിസർവ് ബാങ്ക് ഗവർണർ, RBI ഗവർണർ സൈൻ ചെയ്തിട്ടുണ്ട്. എന്തെന്ന് ഇപ്പൊ ഒരു പേപ്പർ കഷ്ണം എടുത്ത് അതിൽ 500 എന്ന് എഴുതിയിട്ട് നിങ്ങൾ സൈൻ ചെയ്തു. ഇത് കൊണ്ടുവരുന്ന ആൾക്ക് 500 രൂപയുടെ ഇക്വാലന്റ് വാല്യൂ കൊടുക്കണം, നിങ്ങളുടെ പേര് ഒപ്പ്. അതും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തതിന് അവരത് 500 രൂപയുടെ സാധനങ്ങൾ നിങ്ങൾക്ക് തരുമോ? ഇല്ല. എന്തുകൊണ്ടാണ് RBI ഗവർണർ സൈൻ ചെയ്യുമ്പോൾ തരുന്നത്? ഇറ്റ് ഹാസ് ബാക്കിംഗ് ഓഫ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBIയുടെ. അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഗവർണറിന്റെ ഒപ്പല്ല. ദി പൊസിഷൻ ഹി അക്കൗണ്ട്സ് ഫോർ RBI. RBIക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആ നോട്ടിൽ സൈൻ ചെയ്യുന്നത്. 500 രൂപയുടെ ഒരു ഇക്വാലന്റ് സർവീസ് കൊടുക്കണമെന്ന് ആരുടെ ബാക്കിംഗ് ആണ്? RBI ഗവർണറിന്റെ ബാക്കിംഗ് ആണ് അല്ലെ. ഒരു നോട്ട് ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? RBIയുടെ ലയബിലിറ്റി ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലയബിലിറ്റി എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം? 500 രൂപ മാർക്കറ്റിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. 500 രൂപ കൊണ്ട് ഒരാള് എന്ത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് ബാക്കിംഗ് കൊടുക്കുന്നത് ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സോ ഇറ്റ് ആക്ട് ആസ് എ ലയബിലിറ്റി. ഇറ്റ് ആക്ട് ആസ് എ ലയബിലിറ്റി ഓഫ് RBI. RBIയുടെ ടോട്ടൽ ലയബിലിറ്റി എന്താണോ ആ ടോട്ടൽ ലയബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മൊണറ്ററി ലയബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് M0 മണി. അപ്പൊ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് കറൻസി ഇൻ സർക്കുലേഷൻ. കറൻസി ഇൻ സർക്കുലേഷൻ. RBI എത്രത്തോളം കറൻസീസ് പ്രിന്റ് ചെയ്യുന്നുണ്ടോ അതിനെ നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാം? M0 എന്ന് പറയുന്ന ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാം. സെക്കൻഡ് വൺ, ബാങ്കേഴ്സ് ഡെപ്പോസിറ്റ് വിത്ത് RBI. ഫർദർ സ്ലൈഡ്സിൽ അതിനൊന്നുകൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. നമ്മുടെ കയ്യിൽ എക്സസ് മണി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. ബാങ്കിന് അത് കയ്യിൽ വെറുതെ വെച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ബാങ്ക് അത് യൂഷ്വലി എന്താ ചെയ്യാ? ലോൺ കൊടുക്കും. അതുവരെ ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് പോലുള്ള സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കും. കോവിഡ് പോലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് പ്രത്യേകത? ക്യാപിറ്റലിസ്റ്റുകൾ ലോൺ അധികം എടുക്കില്ല. എടുത്താലും ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് എന്തില്ല? ഓപ്ഷൻ ഇല്ല. അപ്പൊ ആ ബാങ്കിൽ ആ പൈസ വെറുതെ ഇരിക്കല്ല ആവാ. കയ്യിൽ വെറുതെ വെച്ചതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു ബാങ്കിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും എക്സസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരത് എവിടെ കൊണ്ടുപോയി വെക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയി വെക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന് എന്ത് കൊടുക്കും? ചെറിയൊരു ഇൻട്രസ്റ്റ് കൊടുക്കും. അതാണ് ഈ ടേം. ഇതിന് പുറമെ വേറെ ചില കണ്ടീഷൻസിലും ബാങ്ക്സ് RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അത് നമുക്ക് ഫർദർ സ്ലൈഡിൽ കാണാം. ഓക്കെ അല്ലേ? അപ്പൊ RBIയില് ബാങ്ക് കൊണ്ടുവന്ന് പൈസ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണ് അത്. പിന്നീട് ആ പൈസ തിരിച്ചെടുക്കാം. ശരിയാണോ? RBIനെ സംബന്ധിച്ചിടത്തോളം ഇൻ ഫ്യൂച്ചർ RBI ഹാസ് ടു റിട്ടേൺ ദാറ്റ് മണി ടു ബാങ്ക്. ഇൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് RBI ഇറ്റ് വുഡ് ബി ലയബിലിറ്റി, ഒബ്വിയസ്ലി ലയബിലിറ്റി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് RBI അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കില് മറ്റു പല സൗറിൻ ബാങ്ക്സ് എന്ത് ചെയ്യാറുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. സൗറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക്. ഫോർ എക്സാമ്പിൾ USA സെൻട്രൽ ബാങ്കിന് എന്തെന്ന പേര് വിളിക്കുക? US ഫെഡറൽ റിസർവ് അല്ലെ. US സെൻട്രൽ ബാങ്ക് ഇന്ത്യയിലെ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ റഷ്യയിലെ സെൻട്രൽ ബാങ്ക് RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ചൈനയിലെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാം? RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെല്ലാം ആ രാജ്യത്തിന്റെ അസറ്റ് ആയിരിക്കും. RBIക്ക് അതെന്തായിരിക്കും? ലയബിലിറ്റി, ഒബ്വിയസ്ലി ലയബിലിറ്റി. ഭാവിയിൽ തിരിച്ചു കൊടുക്കണ്ടേ? എന്തിനാ ബാക്കിയുള്ള രാജ്യങ്ങൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന റീസൺ എന്തായിരിക്കും? ലൈക്ക് ആൻ ഇൻഡിവിജ്വൽ അവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അത് തന്നെയാണ് കാരണം. ഓക്കെ.
ഇപ്പൊ 3 ടേമിനെയാണ് നമ്മൾ M0 മണി എന്ന് ജനറലി പറയാം. സോ ജനറലി എന്താണ് M0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മോണറ്ററി ലയബിലിറ്റി ഓഫ് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയുടെ കേസിലാണ്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ ഡെഫിനിഷൻ തന്നെയാണ് കേട്ടോ M0ക്ക്. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ അത് RBI ആണെന്ന് മാത്രം. M0 മണി ഈസ് ദി മോണറ്ററി ബേസ് ഓർ റിസർവ് മണി ഓർ ഹൈ പവേർഡ് മണി ഓർ മോണറ്ററി ലയബിലിറ്റി ഓഫ് ദി സെൻട്രൽ ബാങ്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ് 3 terms: currency in circulation plus bankers deposit with RBI and other deposit with the RBI. Okay ആണല്ലോ. What is the importance of this M0? It is written in red letter. Just read it. എന്താണ്? Total liability of monetary authority. RBIയുടെ total liability നെ represent ചെയ്യുന്നതാണ് എന്ത്? M0. Okay ആണോ? ഇനി അടുത്ത കാറ്റഗറി M1, M2, M3. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം, നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എക്സസ് പൈസ ഉണ്ട്, അപ്പൊ നമ്മൾ അത് എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും? ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 തരം ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കറന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട്. ഓക്കെ ആണോ? സെക്കൻഡ് ഒന്ന് നിങ്ങൾ എന്തിന് ഡെപ്പോസിറ്റ് ചെയ്യും? ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് നിങ്ങൾ പറയാറുണ്ട് അല്ലെ. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ജനറലി വിളിക്കുന്ന പേരാണ് എന്ത്? ഫിക്സഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? നിങ്ങൾ ഒരു പ്രത്യേക കാലയളവിലേക്കാണ് ആ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ATM കാർഡ് ഉപയോഗിച്ച് ATM-ൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുക. ഇതിൽ ഏത് ടൈപ്പ് അക്കൗണ്ടിൽ നിന്നാണ്? കറന്റ് ഓർ സേവിങ്സ് അല്ലെ. എന്തുകൊണ്ടാണ് ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ATM കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കാൻ പറ്റാത്ത? നമ്മളത് ബാങ്കിനോട് പറയാണ് എന്തെന്ന്? ഞങ്ങൾ ഈ ബാങ്കിലേക്ക് ഒരു ഫിക്സഡ് ടൈമിലേക്കാണ് ഈ പൈസ ഇട്ടിട്ടുള്ളത്. ഇപ്പൊ ഫിക്സഡ് ടൈമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ വ്യത്യാസം? ഈ 2 എണ്ണത്തിലെ ഏതിലായിരിക്കും ബാങ്ക് നിങ്ങൾക്ക് ഹയർ ഇൻട്രസ്റ്റ് പേ ചെയ്യുക? ടൈം ഡെപ്പോസിറ്റ്. എന്താ കാരണം? കറന്റ് അക്കൗണ്ട് ആണെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും പ്രത്യേകത, നിങ്ങൾക്ക് എപ്പോ വേണോ അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? കാശ് കിട്ടും. ഞാനിപ്പോ അവിടെ ഒരു എക്കണോമിക് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എന്താണ് ആ ടേമിന്റെ പേര്? ലിക്വിഡിറ്റി. നിങ്ങൾക്ക് എപ്പോ പൈസ വേണോ അപ്പോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാശ് എടുക്കാം. കറന്റ് അക്കൗണ്ട് ആണെങ്കിലും കാശ് എടുക്കാം, സേവിങ്സ് അക്കൗണ്ട്. ഇനി ATM-ന്റെ ലിമിറ്റ് കഴിഞ്ഞാലോ ജസ്റ്റ് ബാങ്കിൽ ചെല്ലാ, നിങ്ങളുടെ ചെക്കിലൊന്ന് സൈൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അല്ലേ? whenever you demand you will get that money അല്ലെ. അപ്പൊ ഇതിന് വേറൊരു പേര് ഞാൻ പറയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ whenever you demand you will get money. പെട്ടെന്ന് മണി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തെന്ന് പറയും? ദി ലിക്വിഡിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ അക്കൗണ്ട് വുഡ് ബി ഹയർ. ഇനി ടൈം ഡെപ്പോസിറ്റ് എന്തുകൊണ്ടാ ഹയർ ഇൻട്രസ്റ്റ് തരുന്നത്? നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടില്ല. നിങ്ങൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്, 6 മാസോ 1 ഇയറോ 2 ഇയറോ 3 ഇയറോ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കാശ് വേറൊരാൾക്ക് നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ടൈമിലേക്ക് കൊടുക്കല്ലേ. അവിടെ എന്ത് കൂടുതലായിരിക്കും? അപ്പോ റിസ്ക് ഫാക്ടർ കൂടുതലായിരിക്കും. കാശ് വേണ്ടപ്പോ കിട്ടുന്നു എന്ന് പറയുമ്പോൾ റിസ്ക് ഫാക്ടർ കുറവാ. നിങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൂടുതൽ കാലയളവിലേക്കാണെങ്കിൽ ദ റിസ്ക് ഫാക്ടർ വുഡ് ബി ഹയർ, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ഹയർ ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലേ? ഈ ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് വേണം? ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ, ബാങ്കിന്റെ ആപ്ലിക്കേഷൻ മുഖേനയോ അല്ലെങ്കിൽ ബാങ്കിലോ ചെന്ന് നിങ്ങൾ എന്ത് കൊടുക്കണം? റിക്വസ്റ്റ് കൊടുക്കണം. ഈ ടൈം ഡെപ്പോസിറ്റ് ഞാൻ ബ്രേക്ക് ചെയ്യാണ്. ആ ബ്രേക്ക് ചെയ്ത പൈസ എന്റെ അക്കൗണ്ടിൽ എന്തിലേക്ക് മാറ്റി തരണം? കറന്റ് അക്കൗണ്ടിലേക്കോ സേവിങ്സ് അക്കൗണ്ടിലേക്കോ. അപ്പൊ ഇതിൽ കുറച്ച് അത്യാവശ്യം പ്രൊസീജിയേഴ്സ് ഇൻവോൾവ്ഡ് അല്ലേ. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൈസ ഇവിടെ കിട്ടുമോ? ഇല്ല. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ദി ലിക്വിഡിറ്റി ഓഫ് ദിസ് മണി വുഡ് ബി ലോവർ. എന്താ ഇപ്പൊ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? ഈസിലി മണി അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? ഹയർ ലിക്വിഡിറ്റി എന്നും. നമുക്ക് മണി അവൈലബിൾ ആവാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പേര് പറയും? ലോവർ ലിക്വിഡിറ്റി എന്ന് പറയും. ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ നിന്ന് ഡിസ്കഷൻ തുടങ്ങാം. ആദ്യത്തെ ഒരാളെ ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തു, നാരോ മണി. നാരോ മണി എന്ന് പറഞ്ഞാൽ ഹയർ ലിക്വിഡിറ്റി ഉള്ള മണിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നാരോ മണി. ലിക്വിഡിറ്റി ഹയർ ആയിട്ടുള്ള മണിയെ വിളിക്കുന്ന പേരാണ് നാരോ മണി. ലിക്വിഡിറ്റി ലോവർ ആയിട്ടുള്ള മണിയെ വിളിക്കുന്ന പേരാണ് ബ്രോഡ് മണി. ഇനി ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ നമുക്ക് ഇവർ എഴുതാം. ഒരു വർഷത്തെ പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹയർ ലിക്വിഡിറ്റി വിൽ ബി ഫോർ M1,
M2, M3 ഇത് സ്ലൈഡിലില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ഒരു വർഷത്തെ പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്. ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആയിരിക്കും M1 മണിക്കായിരിക്കും. ദെൻ ഒന്നുകൂടി ലിക്വിഡിറ്റി കുറവായിരിക്കും M2, ഒന്നുകൂടി ലിക്വിഡിറ്റി കുറവായിരിക്കും M3, ഏറ്റവും ലോവർ ആയിരിക്കും M4. ഇതിനങ്ങോട്ട് ഡിവൈഡ് ചെയ്തോ. M1 M2നെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഹയർ ലിക്വിഡിറ്റി ഉള്ള ഈ ആളെ വിളിക്കുന്ന പേരാണ് നേരോ മണി. M1 M2 M3 എക്സ്പ്ലെയിൻ ചെയ്യാടാ. ആദ്യം ഇത് എന്താ കൺസെപ്റ്റ് എന്ന് ക്ലിയർ ആവും. M3 M4നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രോഡ് മണി. M1 and M2 are called narrow money. M3 and M4 are called broad money. ഇതുവരെ ഓക്കെ അല്ലേ? സിമ്പിൾ എക്സ്പ്ലനേഷൻ അല്ലേ? ഇനി ഓരോ മണീസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് M1. M1 എന്ന് പറയുമ്പോൾ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള മണി എന്ന് പറയുന്നത് എന്താ? കറൻസി അല്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന കറൻസി വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വാങ്ങാം, വിൽക്കാം. സോ M1 ഇൻക്ലൂഡ്സ് വാട്ട്? കറൻസി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ബോത്ത് എന്ന് പറയുമ്പോൾ കോയിൻസ് ഇൻക്ലൂഡഡ് ആണ്, നോട്ട്സും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കറൻസി ഹെൽഡ് ബൈ ദി പബ്ലിക്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള കറൻസി, പ്ലസ് നെറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏത് തരം അക്കൗണ്ട്സ് കവറിംഗ് ആണ്? സേവിങ്സ് അക്കൗണ്ടും കവറിംഗ് ആണ്, കറന്റ് അക്കൗണ്ടും കവറിംഗ് ആണ്. ഈ രണ്ട് അക്കൗണ്ടിന്റെയും പ്രത്യേകത, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അതിൽ നിന്ന് പൈസ, നമ്മുടെ കയ്യിലുള്ള പേഴ്സിലുള്ള പൈസ പോലെ തന്നെയല്ലേ ഇത്? എപ്പോ വേണമെങ്കിലും നമുക്കിത് വിഡ്രോ ചെയ്ത് ഉപയോഗിച്ചൂടെ? ഈവൻ ഫോർ UPI, നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത അക്കൗണ്ട് UPI ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഏത് അക്കൗണ്ട് മാത്രമേ പറ്റുള്ളൂ? സേവിങ്സ് അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ട് മാത്രമേ പറ്റുള്ളൂ. എപ്പോൾ ഡിമാൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഈസിലി എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. സോ M1 എന്ന് പറയുന്ന കറൻസിയുടെ ലിക്വിഡിറ്റി ഒബ്വിയസ്ലി എന്തായിരിക്കും? whenever you demand you can easily utilize അല്ലെ? the liquidity will be very much higher. ഞാൻ 4 ആരോയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. liquidity would be very much higher, which is M1. ബുദ്ധിമുട്ടില്ലല്ലോ. M2ലേക്ക് വരുമ്പോ എന്താണ് ഡിഫറൻസ് വരുത്തിയെന്ന് നോക്ക്. M2 എന്ന് പറയുമ്പോ M1 പ്ലസ് ആണ്. M1 പ്ലസ് എന്ന് പറയുമ്പോ കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് ബാങ്ക് അല്ലാതെ റീസെന്റ് ഡേയ്സിൽ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ പല ആളുകളുടെയും വീട്ടുകാർ ചെയ്യുന്നുണ്ടാവും. പോസ്റ്റ് ഓഫീസില് പോസ്റ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതിന്റെ പ്രത്യേകത എന്തുപോലൊക്കെ തന്നെയാണ്? ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഈ പൈസ ഇടും, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെട്ടി എഴുതി മേടിക്കാൻ വേണ്ടി പറ്റും അല്ലെ? കറന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് പോലെ എളുപ്പമാണ്. പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ട്. M1 പോലെ ഈസിയർ ആണോ? കറന്റ് അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിച്ച് പൈസ എടുക്കാം? ATM ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ഏത് ATM കൂടെ വേണമെങ്കിലും എടുക്കുക. പോസ്റ്റ് ഓഫീസിന്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് യു ഹാവ് ടു ഫിസിക്കലി വിസിറ്റ് പോസ്റ്റ് ഓഫീസ്. ഭാവിയിൽ ഡിജിറ്റലൈസ് ആവാം. നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് ചെന്ന് എൻ്റെ പൈസ വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്യണം. ക്ലിയർ ആണോ? പക്ഷെ അതിന് എത്രത്തോളം പ്രോസസ് ഇല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ അത്രത്തോളം പ്രോസസ് ഇല്ല. ആ ലിക്വിഡിറ്റിയുടെ കമ്പാരിസൺ ക്ലിയർ ആയി വരുന്നില്ലേ? എന്താണ് പ്രത്യേകത? നമ്മുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് പോലെ അത്ര എളുപ്പമല്ല, പക്ഷെ ടൈം ഡെപ്പോസിറ്റിന്റെ അത്രയ്ക്ക് ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ ലിക്വിഡിറ്റി നമുക്ക് എത്ര ആരോ ഇടയില്? ഒരു 3 ആരോസ് ഇടാം അല്ലെ? എന്താണ് കമ്പാരിസൺ? M1നേക്കാളും ലിക്വിഡിറ്റി കുറവായിരിക്കും M2. ഒന്ന് റിപ്പീറ്റ് ചെയ്ത്, M2ൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? കറൻസി ഇൻ സർക്കുലേഷൻ, ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് പ്ലസ് പോസ്റ്റൽ സേവിങ്സ് അക്കൗണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് M3ലേക്ക് വരാലോ. M3 എന്ന് പറയുമ്പോ എന്താ? M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്. M1 പ്ലസ് എന്ന് പറയുമ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എക്സ്പാൻഡ്. വാട്ട് ആർ ദി കമ്പോണൻസ് ആർ അണ്ടർ M3? കറൻസി ഇൻ സർക്കുലേഷൻ പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് ടൈം ഡെപ്പോസിറ്റ്. M2 ആയിട്ട് കമ്പയർ ചെയ്യും, ലിക്വിഡിറ്റി കൂടുതലായിരിക്കോ കുറവായിരിക്കോ? M2നേക്കാളും കുറച്ചും കൂടി പ്രൊസീജിയർ ഹയർ അല്ലേ? ലിക്വിഡിറ്റി M2നേക്കാളും കുറവ്. ബുദ്ധിമുട്ടില്ലല്ലോ. ദെൻ ലെറ്റ്സ് മൂവ് ടു ദി ഫൈനൽ വൺ. എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ആഡ് ചെയ്തിട്ടുള്ളതാണ് M4. M4 എന്ന് പറയുമ്പോ അപ്പൊ എന്താ? M3 പ്ലസ്. M3 എന്ന് പറയുമ്പോ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? M1 ഇൻക്ലൂഡഡ് ആണ്, ടൈം ഡെപ്പോസിറ്റ് ഇൻക്ലൂഡഡ് ആണ്, അതിന്റെ ഒപ്പം പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടും കൂടി ആഡ് ചെയ്തു. അപ്പൊ മൊത്തത്തിലുള്ള എക്കണോമിയിലെ മണീനെയാണ് M4 എന്ന് പറയാ. ഒബ്വിയസ്ലി ഇതിലെന്താണ്? പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്,
ടൈം ഡെപ്പോസിറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കമ്പയർ ടു M3 ഇതൊന്നും കൂടി എന്തായിരിക്കും, ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. ഇപ്പൊ ക്ലിയർ ആയി ഒന്ന് നോക്കിയ കമ്പാരിസൺ. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ക്ലിയർ അല്ലേ? പക്ഷെ ബുദ്ധിമുട്ടില്ലല്ലോ. ലിക്വിഡിറ്റി വിൽ ബി ഹയർ ഫോർ M1. M2ന് ലിക്വിഡിറ്റി കുറച്ചുകൂടി കുറവായിരിക്കും, M3 കുറവായിരിക്കും, M4 വുഡ് ബി മോസ്റ്റ് ലോവർ. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. കാരണം എന്താ, നമുക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആണെങ്കിലും ഈസിലി ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അതിനെ നേരോ മണി എന്ന് പറയാം. നേരോ മണി തിരിച്ച് ചിന്തിക്കരുത്. നേരോ മണി മീൻസ് മണിയുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡെഫിനിഷൻ. ഹയർ ലിക്വിഡിറ്റി ഉള്ള മണിയാണ് M1 M2. ബ്രോഡർ മണി, മണി എന്ന് വിളിക്കാം, പക്ഷെ ആ മണി ആക്സസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്രോഡർ മണി. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കട്ടെ, ഒന്ന് വായിക്കാം. ജസ്റ്റ് എന്താണ് സ്ലൈഡിൽ, ഇതിന് പുറമെ ഒന്നും ചോദിക്കില്ല കേട്ടോ. ഇതിലെന്താ ഉള്ള, ഇതിന് പുറമെ വേറെ ഒന്നും ചോദിക്കില്ല. ഇത് വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത്. അതാണ് നമ്മൾ വളരെ ക്രിസ്പായിട്ട് പറഞ്ഞത് കേട്ടോ. അതേടാ, സെയിം ടൈം തന്നെയാണ്. നമ്മളത് പല കാറ്റഗറിയിൽ ലിക്വിഡിറ്റിക്ക് അനുസരിച്ച് പല ഡെഫിനിഷൻസിൽ കൊടുക്കുന്നു എന്നുള്ളൂ. ഇതിൽ പറയുന്ന എന്താണ് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട്, അത് തന്നെയാണ് കേട്ടോ ഇതും. അതേപോലെ ഇവിടെ ടൈം ഡെപ്പോസിറ്റ് പറയുന്ന അതേ സെയിം ടൈം തന്നെയാണ് ഈ M3യുടെ ഉള്ളിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ.